الحمد لله رب العالمين. الحمد لله تعالى نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. وأشهد أن لا إله إلا الله وحده لا شريك له الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. هو الأول بلا ابتداء والآخر بلا انتهاء سبحانه وبحمده. وأشهد أن نبينا وحبيبنا وقائدنا وقدوتنا محمدا رسول الله صلى الله عليه وسلم وعلى آله وأصحابه أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനുഷ്യന് ഈ ലോകത്ത് റിസ്ക് സംവിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കണക്കാക്കി കുറച്ചു കൊടുക്കലും വിശാലമാക്കി കൊടുക്കലും അള്ളാഹുവിൻ്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. ചില ആളുകൾക്ക് കുറച്ചു കൊടുത്തു, ചില ആളുകൾക്ക് കൂടുതലായി കൊടുത്തു. അതിന് അള്ളാഹുവിന് ചില യുക്തികളും. സൂറത്ത് ശൂറയിലെ 27-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു തആല പഠിപ്പിച്ചു, വലൗ ബസത്തല്ലാഹു റിസ്ഖ ലിഇബാദിഹി ലബഗൗ ഫിൽ അർദ്. എല്ലാവർക്കും ഒരേപോലെ റിസ്ക് അള്ളാഹു വിശാലമായി കൊടുത്തിരുന്നെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമം പ്രവർത്തിക്കുമായിരുന്നു. വലാകിൻ യുനസ്സിലു, പക്ഷേ അള്ളാഹു തആല ആ റിസ്ക് ഇറക്കുന്നത് ബിഖദരിൻ മാ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നൊരു അളവ് അനുസരിച്ചുകൊണ്ടാണ്. കാരണം ഇന്നഹു ബിഇബാദിഹി ഖബീറും ബസീർ, തൻ്റെ അടിമകളെ കുറിച്ച് നന്നായി അറിയുന്നവനും കാണുന്നവനുമാണ് അള്ളാഹു തആല. അവൻ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ആര് എങ്ങനെ എന്നൊക്കെ കൃത്യമായി അള്ളാഹു തആല അറിയുന്നവനാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന റിസ്ഖിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് മഴയാണ്. എന്ന് പറഞ്ഞാൽ റിസ്ഖിൽ മഴയും പെടും. ഈ മഴ അള്ളാഹു തആല ചില ആളുകൾക്ക്, ചില നാട്ടുകാർക്ക്, ചില പ്രദേശങ്ങളിലേക്ക് കൂടുതൽ കൊടുക്കും. ചില ആളുകൾക്ക് അള്ളാഹു തആല അത് തടഞ്ഞു വെക്കും. ഒരു ഭാഗത്ത് ശക്തമായ ചൂടും പ്രയാസവും അനുഭവപ്പെടുമ്പോൾ ലോകത്തിന്റെ വേറൊരു ഭാഗത്ത് വെള്ളപ്പൊക്കവും അതുകൊണ്ടുണ്ടാകുന്ന മറ്റു പ്രയാസങ്ങളും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങളും യുക്തികളുമാണ്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം ചെയ്യുന്ന കാര്യവുമാണ്. സൂറത്ത് നൂറിൽ അള്ളാഹു തആല പഠിപ്പിച്ചു, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ. അള്ളാഹു തആല മേഘത്തെ കൊണ്ടുപോകുന്നത് നീ കാണുന്നില്ലേ? തുമ്മ യുഅല്ലിഫു ബൈനഹു തുമ്മ യജ്അലുഹു റുകാമ. എന്നിട്ട് വ്യത്യസ്തങ്ങളായ മേഘകഷ്ണങ്ങളെ അവൻ ഒന്നിപ്പിക്കുകയാണ്, ശേഷം അതിനെ കട്ടിയാക്കുകയാണ്. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഹിലാലി. അതിനുശേഷം അതിൻ്റെ ഇടയിൽ നിന്നും മഴയായി വർഷിക്കുകയാണ്. ആ മേഘത്തിൽ നിന്ന് മഴ ഇങ്ങനെ വർഷിക്കുന്നു. അത് റബ്ബ് സംവിധാനിച്ചതാണ്. അതൊക്കെ നമ്മളതിന് ചില പ്രകൃതിപരമായ ചില സംവിധാനങ്ങൾ അല്ലാഹു തആല ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മളതിന് പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ എന്നോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളൊക്കെ പറയും, പക്ഷെ അതൊക്കെ റബ്ബ് സംവിധാനിച്ചതാണ്.
എന്നിട്ട് അല്ലാഹു പറയാം വയുനസ്സിലു മിനസ്സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബറദ്. ഐസ് കട്ട, വലിയ ഹിമക്കട്ടകൾ പോലെയുള്ള വലിയതാണ് അവിടുന്ന് ഇറങ്ങി വരുന്നത്. പക്ഷെ അത് പിന്നീട് ഭൂമിയിലേക്ക് മഴയായി ആളുകൾക്ക് ആവശ്യത്തിന് അല്ലാഹു ഇറക്കി കൊടുക്കുന്നു. ആ മഴ ഫയുസീബു ബിഹി മൻ യശാഉ വയസ്രിഫുഹു അമ്മൻ യശാഉ. ഇതാ നമ്മൾ പഠിക്കേണ്ട വിഷയം. അവൻ ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് മഴ എത്തിക്കും. ചിലപ്പോൾ കാർമേഘം ഇങ്ങനെ വരും, നമ്മൾ വിചാരിക്കും ഇപ്പൊ പെയ്യും മഴ. ആകെ കൂടെ ഇരുട്ട് മൂടി മഴ ഇപ്പൊ പെയ്യുന്നു വിചാരിക്കും. അതാ വന്നതിനേക്കാൾ വേഗത്തിലാണ് പോകും. അതെന്താ? അല്ലാഹു തആല ആ മഴയെ അല്ലെങ്കിൽ ആ കാർമേഘത്തെ തിരിച്ചുവിടുന്നു അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലേക്ക്. ചില സ്ഥലത്ത് അത് വർഷിക്കുകയും ചെയ്യുന്നു. ഫയുസീബു ബിഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. വയസ്രിഫുഹു അമ്മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അതിനെ തിരിച്ചു കളയുകയും ചെയ്യും. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. ഇതിലൊക്കെ ചില യുക്തികളുമുണ്ട്. അതിലൂടെ മനുഷ്യൻ ചില കാര്യങ്ങൾ ചിന്തിക്കാനും ആലോചിക്കുവാനുമുണ്ട്. സൂറത്തുൽ ഫുർഖാനിന്റെ 48, 49, 50 ആയത്തുകൾ അല്ലാഹു തആല പറയാം, വഹുവല്ലദീ അർസല റിയാഹ ബുശ്റൻ ബൈന യദൈ റഹ്മതി. റഹ്മത്താകുന്ന മഴ, അല്ലാഹു തന്റെ റഹ്മത്തിന്റെ മുമ്പേ കാറ്റിനെ അയക്കുന്ന. അപ്പൊ ആ റഹ്മത്ത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഴയാണ്. മഴയെക്കുറിച്ച് അല്ലാഹു റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. ആ മഴയ്ക്ക് മുമ്പായി കാറ്റിനെ അയക്കും. പിന്നെയോ വഅൻസൽനാ മിനസ്സമാഇ മാഅൻ തഹൂറാ, ആകാശത്ത് നിന്നും ശുദ്ധമായ വെള്ളമിറക്കും. കുടിക്കാനും കുളിക്കാനും എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമായ തഹൂറായ വെള്ളം. മനുഷ്യൻ ചില കാര്യങ്ങൾ ചിന്തിക്കണം അതിലൂടെ. അതിനുശേഷം അല്ലാഹു തആല പറയാം, ലിനുഹീ ബിഹി ബൽദതം മൈത, മരിച്ചു കിടക്കുന്ന പ്രദേശങ്ങളെ ജീവിപ്പിക്കാൻ. നിർജീവമായ സ്ഥലം, ഉണങ്ങിക്കിടക്കുന്ന സ്ഥലം, വറ്റി വരണ്ട് വീണ്ടു നിൽക്കുന്ന സ്ഥലങ്ങൾ, ചെടി പോലും മുളക്കുകയില്ല എന്ന് നമ്മൾ ധരിച്ചു പോകുന്ന സ്ഥലങ്ങൾ, അതിന് അല്ലാഹ് ജീവൻ കൊടുക്കുക. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും മഴയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, കദാലിക യുഹ്യിൽ മൗത, ഇങ്ങനെ തന്നെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. മരിച്ചു ദ്രവിച്ച് നശിച്ചു പോയി, ഇനി ഇതിന് എങ്ങനെ ജീവൻ കിട്ടും എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടോ? നിങ്ങൾ മഴയെക്കുറിച്ച് ചിന്തിക്ക്. ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂപ്രദേശങ്ങളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെ നിയോഗിക്കുകയും അതിലൂടെ ആ ചെടികൾ മുളച്ചു പുറത്തേക്ക് വരികയും ചെയ്യുന്നു. എന്നതുപോലെ നിങ്ങൾ എങ്ങനെ ദ്രവിച്ചു പോയാലും വീണ്ടും ഒരു ദിവസം നിങ്ങൾ പുറത്തേക്ക് വരും. കദാലിക യുഹ്യില്ലാഹുൽ മൗത, അങ്ങനെയാണ് അല്ലാഹു തആല മരിച്ചവരെയും ജീവിപ്പിക്കുന്നത്. അതൊരു പാഠമാണ് മനുഷ്യന് പഠിക്കാനുള്ളത്. പിന്നെ ശേഷം അല്ലാഹു പറയാം, വനുസ്ഖിയഹു മിമ്മാ ഖലഖ്നാ അൻആമ വഅനാസിയ കതീറാ. ഈ മഴ കൊണ്ട് ചെടികൾ ഉൽപ്പാദിപ്പിക്കലും ഭൂമിക്ക് ജീവൻ കൊടുക്കലും മാത്രമല്ല, നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരുപാട് അൻആം, കന്നുകാലികൾ, അനാസിയ, ഇൻസുകൾ, മനുഷ്യന്മാർ, അവരൊക്കെ നാം കുടിപ്പിക്കുന്നു. ധാരാളം മനുഷ്യന്മാരെ. എല്ലാവർക്കും ഒരേപോലെ മഴ കിട്ടുന്നുണ്ടോ? ഇല്ല. വലഖദ് സ്വറഫ്നാഹു, നാം അതിനെ വിതരണം ചെയ്തിരിക്കുകയാണ്. ബൈനഹും, അവർക്കിടയിൽ. ലിയദ്ദക്കറു, അവർ ചിന്തിക്കാൻ വേണ്ടിയാണ്, അവർ ആലോചിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഫബഅക്തറുൻ നാസ് ഇല്ലാ കുഫൂറാ, അധികം ആളുകളും നന്ദികേട് കാണിക്കുന്നവരാണ്. മഴ കിട്ടുമ്പോൾ ഇത് റബ്ബ് തരുന്നതാണെന്ന് ബോധമില്ല. മഴ ഇല്ലാതെയാകുമ്പോ റബ്ബിലേക്ക് മടങ്ങേണ്ടെന്ന ചിന്ത അവന് വരുന്നില്ല. അതാണ് പല ആളുകളും നന്ദി കെട്ടവരാണെന്ന് അല്ലാഹു തആല പറഞ്ഞത്. അപ്പൊ ഈ വരുന്ന മഴ, അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അതിലൂടെ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാനും ചിന്തിക്കാനുമുണ്ട്. ചില ആളുകളുടെ നിഷേധം, ചില ആളുകളുടെ അഹങ്കാരം, അള്ളാഹുവിനോട് കാണിക്കുന്ന അനുസരണക്കേടുകൾ, ഈ ലോകത്തവൻ സ്വീകരിക്കുന്ന അധാർമികമായ ജീവിത രീതികൾ, അതെല്ലാം മഴ തടഞ്ഞു വെക്കപ്പെടാൻ കാരണമായി മാറും. മഴ തടഞ്ഞു വെക്കപ്പെട്ടാലോ അതിലൂടെ വരുന്നത് ശക്തമായ വരൾച്ചയാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ, ഭയങ്കര ചൂടാണ്, ഭയങ്കര പുഴുക്കമാന്നൊക്കെ പറയാറുണ്ട്. സൂറത്തുൽ ആറാഫിന്റെ 130-ാമത്തെ വചനം, വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീൻ, ഫിർഔനിന്റെ ആളുകളെ വരൾച്ച കൊണ്ട് നാം പിടികൂടി. അതൊരു ശിക്ഷയാണ്. കാരണം അഹങ്കാരം കാണിച്ചു അവര്, പൊങ്ങച്ചം കാണിച്ചു അവര്, ധിക്കാരം പറഞ്ഞു അവർ പ്രവാചകനെതിരെ, അള്ളാഹുവിനെതിരെ. അല്ലാഹു തആല അവരെ വരൾച്ച കൊണ്ട് പിടികൂടുകയാണ്. വനഖ്സിം മിനസ് സമറാത്ത്, പഴങ്ങളുടെ കുറവ് മൂലവും നാം അവരെ പിടികൂടി. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹ് പല കാര്യങ്ങളും അവരിലേക്ക് ശിക്ഷയായി ഇറക്കി സമയം കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർ മാറിയിട്ടില്ല. അതുകൊണ്ട് അവസാനം അവരെ കടലിൽ കൊണ്ടുപോയി മുക്കിക്കളഞ്ഞത്. അപ്പൊ ചിന്തിക്കാനും ആലോചിക്കാനും സമയം കൊടുത്തു. ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ ആലോചിക്കാൻ വേണ്ടിയിട്ട്. ഖുറൈശികളായ ആളുകള് മക്ക രാജ്യത്ത് ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോവുകയാണ്. അവർ ഇബ്രാഹിം നബി ആരാധിക്കുകയാണ്, ഇസ്മായിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ആ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങൾ കഅബക്കകത്തും പുറത്തുമുണ്ട്. അതിന് മുമ്പിൽ നേർച്ചകൾ സമർപ്പിക്കുകയാണ്, അവിടെ പോയി സുജൂദ് ചെയ്യുകയാണ്, അവിടെ പോയി ഹൈറും ബറക്കത്തും വാങ്ങുകയാണ്. യാത്ര പോകുമ്പോൾ പോലും അവിടെ പോയിട്ട് അവര് നല്ലതാണോ ചീത്തതാണോ ഈ യാത്ര എന്നൊക്കെ തീരുമാനിച്ച് കോലിട്ടെടുത്ത് കൊണ്ടാണ് അവർ യാത്ര ചെയ്യാറുള്ളത്. ആ സമൂഹത്തോട് പറഞ്ഞു, പ്രാർത്ഥിക്കേണ്ടത് റബ്ബിനോട് മാത്രമാണ്, തവക്കുൽ റബ്ബിൽ മാത്രമാണ്, തൗഹീദാണ് വേണ്ടത്. പക്ഷേ ഒരുപാട് കാലം ആ ദഅവത്ത് നടത്തിയിട്ടും ആ സമൂഹം സ്വീകരിച്ചില്ല എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ പ്രാർത്ഥിച്ചു. എന്താണ് ആ പ്രാർത്ഥന? ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ കാണാം, അല്ലാഹുമ്മ അഇന്നി അലൈഹിം ബിസബ്ഇൻ കസബ്ഇ യൂസുഫ്. അല്ലാഹുവേ, യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായ 7 കൊല്ലത്തെ വരൾച്ച, യൂസുഫ് നബിയുടെ കൂടെ ജയിലിൽ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തു വന്നിട്ട് അദ്ദേഹം കണ്ട സ്വപ്നത്തെ കുറിച്ച് നമ്മൾ കഥ കേട്ടിട്ടുണ്ട്. 7 വർഷത്തെ വരൾച്ച അന്നുണ്ടായി. അതുപോലെയുള്ള വരൾച്ച കൊണ്ട് ഈ സമൂഹത്തിന് എതിരെ റബ്ബേ നീ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ഹദീസ് ഉദ്ധരിക്കുന്ന റാവി പറയാണ്, അങ്ങനെ അവരെ വരൾച്ച പിടികൂടി, മഴ കിട്ടിയില്ല, ഉൽപ്പന്നങ്ങളില്ല, പ്രയാസങ്ങൾ ശക്തമായി. അവർ എല്ലും തോലും ശവവും തിന്നുന്ന അവസ്ഥയിലേക്ക് എത്തി. കാരണം ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടായാലല്ലേ തിന്നാൻ പറ്റുക, തിന്നണമെങ്കിൽ വെള്ളം വേണ്ടേ, ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നുമില്ല. അങ്ങനെ എന്ത് കിട്ടിയോ അതൊക്കെ തിന്നുന്ന പ്രയാസത്തിന്റെ കാലഘട്ടമുണ്ടായി. അന്ന് വരൾച്ചയുണ്ടായപ്പോ ചൂടിന്റെ ശക്തി കാരണം ഭൂമിയിൽ നിന്ന് പുക പോലെ പലതും ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് നമുക്കിത് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത്, മഴ ലഭിക്കാതിരുന്നാൽ വലിയ പ്രയാസമാണ്. എല്ലാ മേഖലയിലും ആളുകൾ പ്രയാസപ്പെടും. കിണറുകളും പുഴകളും വറ്റിപ്പോകും, കൃഷികൾ നശിച്ചു പോകും, പക്ഷിമൃഗാദികൾ പ്രയാസപ്പെട്ടു പോകും. അപ്പോ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് മഴ കിട്ടുന്നില്ല? അല്ലാഹ് പറഞ്ഞു, ഞാനാ മഴ ഇറക്കുന്നവൻ, മഴ തരേണ്ടവൻ അല്ലാഹു തന്നെയാണ്, വേറെ ആരും അതിൽ ഇടപെടാൻ സാധ്യമല്ല. ലോകത്തുള്ള എല്ലാവരും ഒന്നിച്ചാലും ആ ഒരു സംഗതി നടപ്പിലാക്കാൻ സാധ്യവുമല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ട് മഴ കിട്ടുന്നില്ല? ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ഭാഗത്ത് ന്യൂനതയുണ്ടോ? നമ്മുടെ ഭാഗത്ത് പോരായ്മകളുണ്ടോ? സത്യത്തിൽ ഇതെല്ലാം ഒരു തരത്തിലുള്ള അല്ലാഹുവിന്റെ ശിക്ഷകളാണ്. അല്ലാഹുവിന്റെ ശിക്ഷ പല രൂപത്തിലുമാകാം. അത് മഴ കൊണ്ടാകാം, മഴയില്ലാതെയാകാം, കാറ്റുകൊണ്ടാകാം, ശക്തമായ ശബ്ദം കൊണ്ടാകാം. പല രൂപത്തിൽ അല്ലാഹു തആല ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്തുക. മനുഷ്യർ ചെയ്യുന്ന അധർമ്മങ്ങളുടെയും തിന്മകളുടെയും കാരണം കൊണ്ട് പലപ്പോഴും മഴ ഇല്ലാതെയാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ശൂറയിലെ 30-ാമത്തെ വചനം, വമാ അസ്വാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും. നിങ്ങൾക്ക് എന്തൊരു മുസീബത്ത് ബാധിച്ചാലും, എന്തൊരു വിപത്ത് നിങ്ങൾക്ക് പിടികൂടിയാലും, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമാണ്. അല്ലാഹു തആല കളവ് പറയില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ജീവിത ശൈലി ഉണ്ടല്ലോ, അതിന്റെ ഫലമാണ്. വമാ അസ്വാബകും മിൻ മുസീബത്തിൻ, എന്തൊരു മുസീബത്ത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിലും. സൂറത്തു റൂമിലെ 41-ാമത്തെ വചനം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഫസാദുകൾ വ്യാപകമായി. ബിമാ കസബത് ഐദിൻ നാസ്, ജനങ്ങളുടെ കരങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട്. അതിനെക്കുറിച്ച് പലരും പലതും പറയാറുണ്ട്. അത് ഓസോൺ പാളിക്ക് ഓട്ട വീണതിനെ കുറിച്ചാണ്. അതേപോലെ ഇവിടെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തു വരുന്ന വാതകങ്ങൾ കാരണം പലതും ആകാശലോകത്ത് സംഭവിക്കലാണ്. അതൊന്നുമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഈ കാലഘട്ടത്തിൽ വരുന്ന വിശദീകരണങ്ങളാ. ഇതിനൊക്കെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, സലഫി ഉലമാക്കൾ. ജനങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമായിക്കൊണ്ട് കരയിലും കടലിലും ഫസാദാണെന്ന് പറഞ്ഞാൽ, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ളുഹൂറുൽ ഫസാദി ഫിൽ ബർരി ഹുവ ഖുഹൂതുൽ മതർ. കരയിൽ ഫസാദ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മഴയില്ലാതെയാകലാണ്. അതിനേക്കാൾ വലിയ ഫസാദ് എന്താ? കാരണം എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും എല്ലാ ഉപയോഗങ്ങളുടെയും അടിസ്ഥാനം വെള്ളമാണ്. അത് ഇല്ലാതെയായി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഫസാദ്. ഇക്രിമ റളിയല്ലാഹു അൻഹു നൽകിയ വിശദീകരണമാണ്. അപ്പോ മഴയില്ലാതിരിക്കലും വരൾച്ച ബാധിക്കലും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയാണ്. അതോടൊപ്പം നമ്മൾ പഠിച്ചു മനസ്സിലാക്കാനുള്ള ചില ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളുമാണ്. എന്തിനാ അള്ളാഹ് ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത്? വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫാ, സൂറത്തുൽ ഇസ്രായിലെ 59-ാമത്തെ ആയത്താണ്. ദൃഷ്ടാന്തങ്ങളെ നാം അയക്കുന്നത് അത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ ഭയപ്പെടണം. കാരണം ഈ ദൃഷ്ടാന്തത്തിന്റെ പിറകിൽ ഒരു രക്ഷിതാവുണ്ട്.
ഒരു വലിയ സൃഷ്ടാവുണ്ട്, ഒരു സംവിധായകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല, എല്ലാം നിയന്ത്രിക്കുന്നവനായ റബ്ബ്. ആ റബ്ബിലേക്ക് മടങ്ങണം, അതല്ലാതെ വേറെ പരിഹാരമില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ, പേടിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആയത്തുകൾ നിയോഗിക്കുന്നത്. എന്തുകൊണ്ട് മഴയില്ലാതാകും? അല്ലാഹു തആല ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആനിലും കാണാം, ഹദീസുകളിലും കാണാം. രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, മുസ്ലിംകളിൽ നിന്നും അമുസ്ലിംകളിൽ നിന്നുമായി സംഭവിക്കുന്ന ചെറുതും വലുതുമായ പാപങ്ങളും തിന്മകളും. നമ്മൾ ഈ ലോകത്തെ കുറിച്ചൊന്ന് വിലയിരുത്തുക. നന്മ ചെയ്യുന്നവരാണോ കൂടുതൽ, തിന്മ ചെയ്യുന്നവരാണോ കൂടുതൽ? ധർമ്മത്തിന്റെ വഴി സ്വീകരിച്ചവരാണോ കൂടുതൽ, അധർമ്മത്തിന്റെ വഴി സ്വീകരിച്ചവരാണോ കൂടുതൽ? വസ്ത്രധാരണ രംഗം മുതൽ മനുഷ്യന്റെ സംസ്കാര സ്വഭാവങ്ങൾ മുതൽ അവന്റെ ഏത് നിലയിലുള്ള മേഖലകളാകട്ടെ, അവിടെ എല്ലാ മനുഷ്യൻ സ്വീകരിച്ചത് അക്രമങ്ങളുടെ വഴിയാണ്, തെറ്റിന്റെ വഴിയാണ്, ചീത്തയുടെ വഴിയാണ്, അല്ലെ, ഹറാമുകളുടെ വഴിയാണ്. തിന്മകള് ഇങ്ങനെയൊക്കെ വ്യാപകമാണെങ്കിലും അപ്പൊ എന്നാ ചില ആളുകൾക്ക് ചിന്തിക്കാം, അങ്ങനെയൊക്കെ തിന്മകൾ കൂടുതൽ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും അല്ലാഹു തആല ശിക്ഷിക്കണ്ടേ, എന്റെ റബ്ബ് ശിക്ഷിക്കാത്തത്? അങ്ങനെ ചില ആളുകൾ ചോദിക്കാറുണ്ട്. ചില ഹദീസുകൾ കാണാൻ, പക്ഷികളും മൃഗങ്ങളും ഇല്ലാതിരുന്നെങ്കിൽ ഇവിടെ വെള്ളം ഇറങ്ങുമായിരുന്നില്ല. ഇവിടെ മനുഷ്യന്മാർ മാത്രമല്ല ഉള്ളത്, ഇവിടെ മരങ്ങളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ജീവികളുണ്ട്, അവർക്കൊക്കെ വെള്ളം വേണം. അതുകൊണ്ടാണ് റബ്ബ് വെള്ളം ഇറക്കുന്നത്. അതോടൊപ്പം മനുഷ്യനോട് കാണിക്കുന്ന കാരുണ്യവും. തെറ്റ് ചെയ്താലും അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞാലും അല്ലാഹനെ നിഷേധിച്ചുകൊണ്ട് ഭൂമിയിലൂടെ നടക്കുകയാണ്. അള്ളാഹിന്റെ നിയമത്തുകൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം അള്ളാഹിനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്, അള്ളാഹിനെ തന്നെ എതിർക്കുകയാണ്. എന്നിട്ടും ആ മനുഷ്യൻ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോ ഈ ഭൂമിയിൽ അല്ലാഹു തആല അവന് വേണ്ടി വെള്ളം ഇറക്കി കൊടുക്കുമ്പോ അതെന്തുകൊണ്ടാണെന്നറിയോ? അത് റബ്ബ് അവനോട് കാണിക്കുന്ന കാരുണ്യമാണ്, സമയം കൊടുക്കുകയാണ്. ഈ അനുഗ്രഹം കണ്ടിട്ട് വീണ്ടും ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കട്ടെ, മാറുകയാണെങ്കിൽ മാറട്ടെ. സൂറത്തുൻ നഹ്ലിലെ 61-ാമത്തെ വചനം, വലൗ യുആഖിദുല്ലാഹു الناس ബിളുൽമിഹിം, ജനങ്ങൾ ചെയ്യുന്ന അക്രമങ്ങൾ മുഖേന, തെറ്റുകൾ മുഖേന റബ്ബ് അവരെ പിടികൂടുകയായിരുന്നുവെങ്കിൽ മാ തറക അലൈഹാ മിൻ ദാബ്ബ, ഭൂമിയിൽ ഒരു ജീവിയും അവശേഷിക്കൂല. അല്ലാഹ് അങ്ങനെ പിടിക്കാനും ശിക്ഷിക്കാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒരുത്തരെ പോലും ബാക്കിയാക്കുകയില്ല. പക്ഷെ റബ്ബ് കൊടുക്കുകയാണ്, സമയം കൊടുക്കുകയാണ്, അനുഗ്രഹവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനു വേണ്ടിയാ? വലാകിൻ യുഅഖിറുഹും ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിത സമയം വരെ റബ്ബ് സമയം കൊടുക്കുകയാണ്. ഫൈദാ ജാ അജലുഹും, ആ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, പിന്നെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, പിന്നെ ദുൽമും നടക്കൂല. അപ്പൊ റബ്ബ് ശിക്ഷിക്കുന്നില്ല എന്ന് കരുതിയിട്ട് ആ റബ്ബിന് ശിക്ഷിക്കുകയില്ല എന്നാരും മനസ്സിലാക്കരുത്. അത് റബ്ബിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിയാണ്, അതായത് ഹാരിസ് ബിൻ റബഈ അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അന്നഹു കാന യുഹദ്ദിഥു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുറ അലൈഹി ബിജനാസ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഇങ്ങനെ കൂടിയിരിക്കുമ്പോ ഒരു ജനാസയെ അതിലൂടെ കൊണ്ടുപോയി. ആ ജനാസ ഇങ്ങനെ പോയപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ, മുസ്തരീഹുൻ വ മുസ്തറാഹുൻ മിൻഹു. ഇസ്തറാഹ എന്ന് പറഞ്ഞാൽ ആശ്വാസം കിട്ടുക, സമാധാനിക്കുക എന്നൊക്കെയാണ്. അപ്പൊ രണ്ട് പദം ഉപയോഗിച്ചു, ഒന്ന് മുസ്തരീഹ്, മറ്റൊന്ന് മുസ്തറാഹ്. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് ഈ മൽ മുസ്തരീഹു വൽ മുസ്തറാഹു മിൻഹു? എന്താണ് ഈ മുസ്തരീഹും മുസ്തറാഹു മിൻഹു? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ മനുഷ്യൻ നല്ല ആളായിരുന്നെങ്കിൽ, അൽ അബ്ദുൽ മുഅ്മിനു, വിശ്വാസിയായ അടിമയാണ് അവൻ എങ്കിൽ, യസ്തരീഹു മിൻ നസബി ദുനിയ വ അദാഹാ ഇലാ റഹ്മത്തില്ലാ, ഇവിടുത്തെ പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, ആളുകളെ കൊണ്ടുള്ള ശല്യങ്ങള്, അതിനൊക്കെ രക്ഷപ്പെട്ട് ആശ്വാസത്തോടെ പോവുകയാണ്. അപ്പൊ അവൻ മുസ്തരീഹാൻ, ആ മയ്യിത്ത്. അല്ലെങ്കിൽ അവൻ മുസ്തറാഹുൻ മിൻഹു ആണ്. എന്താ മുസ്തറാഹുൻ മിൻഹു? അവനെ കൊണ്ട് വലിയ ശല്യം നാട്ടുകാർക്ക് ഉണ്ടായിരുന്നു, നാട്ടുകാർ രക്ഷപ്പെട്ടു. രണ്ട് പ്രയോഗം നമ്മൾ പഠിക്കണം. ഒന്ന്, അവന്റെ നല്ല ജീവിതം കൊണ്ട് അള്ളാഹ് അവന് സുഖം കൊടുത്തു, അവൻ സുഖത്തോടെ പോവുകയാണ് ആ മയ്യിത്ത്. അതല്ലെങ്കിലോ മുസ്തറാഹുൻ മിൻഹു ആണ് അവൻ. അവനെ കൊണ്ട് പക്ഷികൾക്ക് ശല്യം, അവനെ കൊണ്ട് മരങ്ങൾക്ക് ശല്യം, അവനെ കൊണ്ട് നാട്ടുകാർക്ക് ശല്യം, അവനെ കൊണ്ട് വീട്ടുകാർക്ക് ശല്യം, അവനെ കൊണ്ട് എല്ലാവർക്കും പ്രയാസം. അപ്പോ അവന്റെ പോക്കെന്താണ്? ഈ ലോകത്തുള്ള ഭൂമിയിലുള്ള എല്ലാവർക്കും ആശ്വാസമാണ്. അപ്പൊ അവനിൽ നിന്നും ഇവർക്ക് ആശ്വാസം. അതാണ് മുസ്തറാഹുൻ മിൻഹു. ഹദീസിൽ കാണാം, വൽ അബ്ദുൽ ഫാജിർ, എന്നാൽ ഫാജിറായ അടിമ. ആ ഹദീസിലെ പ്രയോഗം ശ്രദ്ധിക്കണേ. ഒരു ഭാഗത്ത് അബ്ദുൽ മുഅ്മിനു എന്നാ പറഞ്ഞത്. മുഅ്മിന്റെ നേരെ ഓപ്പോസിറ്റ് കാഫിറാണ്.
അപ്പോ നല്ല ആളെ കുറിച്ച് പറയുമ്പോ അബ്ദുൽ കാഫിർ, ചീത്ത ആളെ കുറിച്ച് പറയുമ്പോ അബ്ദുൽ കാഫിർ എന്ന് പറഞ്ഞില്ല. കാഫിർ പറഞ്ഞ അവിശ്വാസിയായി. അബ്ദുൽ ഫാജിറു എന്നാ പറഞ്ഞത്. എന്താ ഫാജിർ പറഞ്ഞ? തോന്നിവാസം ചെയ്യുന്നവൻ, അധർമ്മം ചെയ്യുന്നവൻ. അപ്പൊ അത് മോമിനിലും ഉണ്ടാവും, കാഫിറിലും ഉണ്ടാവും. രണ്ടും കൂടി ഉൾപ്പെടണം, എല്ലാവരും ഉൾപ്പെടണം. അവൻ തിന്മ ചെയ്യുന്നവനാണെങ്കിൽ പേരിട്ടത് കൊണ്ടായില്ല, മുസ്ലിം കുടുംബത്തിലായത് കൊണ്ടായില്ല. മുസ്ലിം ആയാലും അവൻ ഫാജിറാകും, തോന്നിവാസിയാകും. അങ്ങനെ തോന്നിവാസിയായി ജീവിച്ചവനാണ് എങ്കിൽ മനുഷ്യർക്ക് അവനെ കൊണ്ട് ആശ്വാസമാണ് അവന്റെ മരണം. നാട്ടുകാർക്ക്, നാടിന് അവന്റെ മരണം ആശ്വാസമാണ്. മരങ്ങൾക്കും ജീവികൾക്കും അവന്റെ ആ മരണം ആശ്വാസമാണ്. ഇമാം ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറയുകയാണ്, ഇന്നൽ ബഹായിമ, മുജാഹിദ് എന്ന് പറഞ്ഞ താബിഈയാണ്, അദ്ദേഹം പറയാം, ഇന്നൽ ബഹായിമ, കന്നുകാലികൾ, ഈ ലോകത്തുള്ള ജീവികൾ, ലതൽഅനുൽ ഉസാത മിൻ ബനി ആദം, ആദം സന്തതികളിലെ തെറ്റു ചെയ്യുന്നവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ തെറ്റുകളും ഇവിടെ നടക്കുമ്പോ ആ തെറ്റു ചെയ്യുന്നവനെ ഭൂമിയിലെ ജീവികൾ ശപിക്കുകയാണ്. മഴ കിട്ടാതെ, വെള്ളം കിട്ടാതെ, വരൾച്ചയുടെ അവസ്ഥ വരുമ്പോ, വെള്ളം കുടിക്കാൻ പോലും കിട്ടാതെ വരുമ്പോ കന്നുകാലികളും മൃഗങ്ങളും അവനെ ശപിക്കുകയാണ്. ഈ മനുഷ്യൻ ചെയ്ത തെറ്റു കാരണം ഞങ്ങൾക്ക് പോലും ആകാശ ലോകത്തുള്ള വെള്ളം കിട്ടാതെ പോയല്ലോ എന്ന് മൃഗങ്ങൾ ഇവനെ ശപിച്ചു പറയുന്ന. അപ്പൊ മൃഗങ്ങൾ ശപിച്ചു പറയാന്ന് പറയുമ്പോ അതിന്റെയൊക്കെ രൂപം എന്താ അല്ലാഹ്ക്കേ അറിയുള്ളൂ. ഇൽമുള്ളവർക്ക് വേണ്ടി, ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി മത്സ്യം പ്രാർത്ഥിക്കുന്ന ഹദീസിലുണ്ടല്ലോ, മാളത്തിലുള്ള ഉറുമ്പുകൾ പ്രാർത്ഥിക്കുന്ന ഹദീസിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതിന്റെ രീതി എന്താന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാഹു തആല വഹീയിലൂടെ പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അപ്പൊ സഹോദരന്മാരെയും, ഒരു വ്യക്തി ദുഷിച്ചു കഴിഞ്ഞാൽ അവൻ കാരണം ഇവിടെ കുറെ പ്രയാസങ്ങളുണ്ട്. അപ്പൊ അവൻ കാരണം റബ്ബിന്റെ അനുഗ്രഹങ്ങൾ മഴയായി ഇറങ്ങുന്നത് അത് അവസാനിച്ചു പോകും. അതുകൊണ്ട് പറഞ്ഞു വരുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വാക്കായും പ്രവൃത്തിയായും വിശ്വാസമായും എന്തെല്ലാം തെറ്റുകളും പാപങ്ങളും ഉണ്ടോ അതൊന്ന് അറിയണം, മനസ്സിലാക്കണം. അതിന്റെ കാരണമാണ് ഈ ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹമായ മഴ വരാതെ പോകുന്നത്. അത് രണ്ട് കാരണങ്ങളാ പ്രധാനമായും മനുഷ്യരിൽ സംഭവിക്കുന്ന പാപങ്ങൾ. ഒന്ന്, നിർബന്ധ ബാധ്യതകൾ ഒഴിവാക്കൽ. നിസ്കരിക്കാതിരിക്കുക, നോമ്പ് വിൽക്കാതിരിക്കുക, സക്കാത്ത് കൊടുക്കാതിരിക്കുക. അതേപോലെ അള്ളാഹ് നിർബന്ധമാക്കിയ കുറേ സംഗതികളുണ്ട്. അതിനൊന്നും യാതൊരു വിലയില്ലാതെ തന്റെ ഇഷ്ടപ്രകാരം നടക്കുക. അപ്പൊ റബ്ബവനെ ശിക്ഷിക്കുകയാണ്. അതാണ് നിർബന്ധ ബാധ്യതകൾ ഒഴിവാക്കൽ. രണ്ടാമത്തേത് ശിർക്ക്. ഏറ്റവും വലിയ പാപമായ ശിർക്കിലേക്ക് എത്തുന്ന രൂപത്തിൽ ചെറിയ പാപം മുതൽ വലിയ പാപം വരെ ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ മാതാപിതാക്കളെ ധിക്കരിക്കുന്ന ആളുകൾ, സിഹിർ ചെയ്യുന്ന ആളുകൾ, ജനങ്ങളുടെ അവകാശങ്ങൾ തിന്നുന്ന ആളുകൾ, അനാഥയുടെ സ്വത്ത് തിന്നുന്ന ആളുകൾ, അനന്തര സ്വത്തുക്കൾ അർഹർക്ക് കൊടുക്കാതെ അത് സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ, കളവ്, പരദൂഷണം, ഏഷണി, ആരോപണം, കുറ്റം പറയൽ, കള്ളസാക്ഷ്യം, കരാർ ലംഘനം, കൈക്കൂലി, പലിശ, വ്യഭിചാരം, കൊലപാതകം, അഴിഞ്ഞാട്ടം, സ്ത്രീകളുടെ അർദ്ധനഗ്നത പ്രകടിപ്പിക്കൽ, അസൂയ, അഹങ്കാരം, പൊങ്ങച്ചം, വിശ്വാസനയിൽ വഞ്ചന, ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള വഞ്ചനകൾ, അതായത് അവിഹിത ബന്ധങ്ങൾ, ഇസ്ലാമിക പ്രബോധനം നിർത്തിവെക്കൽ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഒഴിവാക്കൽ, അയൽവാസികളെ ദ്രോഹിക്കൽ, കുടുംബബന്ധം മുറിക്കൽ, നല്ലവരായ ആളുകളോട് ശത്രുത കാണിക്കൽ, മുസ്ലിങ്ങളായ മുഅ്മിനുകളായ ആളുകളെ നിന്ദിക്കൽ, അവരെ പരിഹസിക്കൽ, അല്ലാഹുവിന്റെ പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും മാർഗം പിന്തുടരാതെ ആ നബിയെയും സ്വഹാബത്തിനെയും ചീത്ത പറയൽ, അവരെ ചോദ്യം ചെയ്യൽ, എന്തെല്ലാം തിന്മകൾ ലോകത്ത് നടക്കുന്നുണ്ട്. എന്നിട്ട് ഇവർക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പൊ റബ്ബ് അടക്കൊന്ന് പിടിച്ചു വെക്കുക. അതെന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യദ്ദക്കറൂൻ, അവർ മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഹദീസുകളിൽ കാണാം, സകാത്ത് കൊടുക്കാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പറഞ്ഞ കാര്യം നേരത്തെ പറഞ്ഞ തിന്മകളിൽ പെടും. പക്ഷെ അത് വേറെ ഹദീസ് പ്രത്യേകം വന്നു, അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സുദീർഘമായ ഹദീസാണ്, അർത്ഥം മാത്രം പറയാം, നമസ്കാര ശേഷം ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞിരുന്നു. അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ യാ മഅശറൽ മുഹാജിരീൻ, അല്ലയോ മുഹാജിറുകളെ, 5 കാര്യങ്ങൾ അത് നിങ്ങളിൽ വരാതിരിക്കട്ടെ. അത് വന്നു കഴിഞ്ഞാലോ ആ 5 കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടായാൽ ഇന്ന ഇന്ന ദോഷങ്ങൾ വരാനുണ്ട്. അതിൽ 1 മുതൽ 5 വരെ എണ്ണി പറഞ്ഞു. അത് രണ്ടാമത്തേത്, വലം യൻഖുസുൽ മിക്യാൽ വൽ മീസാൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ തുടങ്ങിയാൽ, കച്ചവടത്തിൽ ക്രമക്കേട് കാണിക്കുക, ചതി കാണിക്കുക, വഞ്ചന കാണിക്കുക, അങ്ങനെ ചെയ്താൽ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ, വരൾച്ച കൊണ്ടവരെ പിടികൂടാതിരിക്കുകയില്ല. അപ്പൊ ലോകത്ത് നടക്കുന്ന മാർക്കറ്റും സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ.
ആരൊക്കെ എത്രത്തോളം സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? വ്യാപകമായി നടക്കുന്നത് അക്രമങ്ങളും അനീതികളുമാണ്. വരൾച്ച കൊണ്ട് പിടികൂടും, അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. പിന്നെയോ വലം യംനഉ സകാത്ത അംവാലിഹിം, മൂന്നാമത്തത് സകാത്ത് കൊടുക്കാതിരുന്നാൽ ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശത്ത് നിന്ന് വെള്ളം കിട്ടുകയില്ല. ഇതൊക്കെ വ്യക്തമായി ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ നമുക്ക് മഴ ലഭിക്കാതിരിക്കുന്നത്, ചിലപ്പോൾ വരൾച്ച ബാധിക്കുന്നത്, പ്രയാസങ്ങൾ വരുന്നത്, ചൂട് ശക്തമാകുന്നത്, അതിലൂടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഒരു പ്രാപഞ്ചിക പ്രതിഭാസം എന്ന് പറഞ്ഞ് തള്ളാനുള്ളതല്ല. നമ്മളെക്കുറിച്ച് വിലയിരുത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മാറാൻ തയ്യാറാകുക. മഴ തരേണ്ടത് അല്ലാഹ് മാത്രമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അത് തരേണ്ടവൻ അല്ലാഹ് മാത്രമാണ്. സൂറത്ത് ശൂറയിലെ 28-ാമത്തെ ആയത്ത്, ഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു, ജനങ്ങളൊക്കെ നിരാശപ്പെട്ടു നിൽക്കുമ്പോൾ അല്ലാഹയാണ് ആകാശത്ത് മഴ ഇറക്കി തരുന്നവൻ. വയൻശുർ റഹ്മതഹു, അങ്ങനെ ആ മഴയാകുന്ന റഹ്മത്തിനെ അവൻ വ്യാപിപ്പിക്കുകയാണ്. വഹുവൽ വലിയുൽ ഹമീദ്. സൂറത്ത് ലുഖ്മാനിലും അല്ലാഹു തആല ഈ കാര്യം പറഞ്ഞു. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ് വയഅലമു മാ ഫിൽ അർഹാം. ഖിയാമത്ത് നാളിന്റെ അറിവ് റബ്ബിന്റെ കയ്യിലാണ്. മഴ വർഷിപ്പിക്കുന്നവൻ അല്ലാഹയാണ്. അല്ലാഹ് വെല്ലുവിളിക്കുക പോലും ചെയ്തിട്ടുണ്ട്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി, നിങ്ങളാണോ മേഘങ്ങളിൽ നിന്ന് ആ മഴയെ ഇറക്കുന്നത്? അം നഹ്നുൽ മുൻസിലൂൻ, അത് നമ്മളാണോ ഇറക്കുന്നത്? അല്ലാഹുവിന്റെ ചോദ്യമാണ്. അപ്പോ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തത്തെക്കുറിച്ച് അവനവന്റെ കുടുംബങ്ങളെ കുറിച്ച് എന്തെല്ലാം ന്യൂനതകളുണ്ടോ ആ ന്യൂനതകൾ നമ്മൾ കണ്ടെത്തുകയും എന്നിട്ട് അതിന്റെ പരിഹാര മാർഗങ്ങൾ എന്താണോ അത് നമ്മൾ അന്വേഷിക്കുകയും ആ വഴിയിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله. أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. റഹ്മാനായ റബ്ബ് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഴ നിലച്ചു പോകാനും വരൾച്ച ബാധിക്കാനും ഒക്കെയുള്ള പല കാരണങ്ങളിൽ ചില കാരണങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇനി നമുക്കതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്താണ് ഇതൊന്ന് ചുരുക്കി പറയുകയാണ്. അതെല്ലാം അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്ന്, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുക. ചെറുതാണെങ്കിലും ശരി, വലുതാണെങ്കിലും ശരി. സൂറത്ത് നഹലിന്റെ 112, 113 ആയത്തുകൾ. ദറബല്ലാഹു മസലൻ, അല്ലാഹ് ഒരു ഉദാഹരണം പറയാണ്. ഖറിയത്തൻ, ഒരു നാട്, ഒരു ഗ്രാമം. കാനത്ത് ആമിനത്തൻ മുത്മഇന്ന, നല്ല സമാധാനമുള്ള നാട്. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മകാൻ, അതിലേക്കുള്ള ഭക്ഷണം വളരെ സുഭിക്ഷമായി എല്ലായിടത്തുനിന്നും വന്നിരുന്നു. പക്ഷേ ഫകഫറതു ബി അൻഉമില്ലാ, റബ്ബിന്റെ നിഅമത്തുകൾക്ക് അവർ നന്ദികേട് കാണിച്ചു. ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഅ്, അപ്പോൾ വിശപ്പിന്റെ വസ്ത്രം അല്ലാഹു അവരെ ധരിപ്പിച്ചു. വിശപ്പിന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ വിശപ്പ് ശക്തമായി എന്നാണ്. അറബി ഭാഷയിൽ ബലാഗ എന്ന് പറയും, സാഹിത്യത്തിൽ വരുന്ന ഒരു സംഗതിയാണ്. ഒരാൾക്ക് വിശപ്പുണ്ടായി എന്ന് പറയുന്നതിൽ നിന്നും വ്യത്യസ്തമാണ് വിശപ്പിന്റെ വസ്ത്രം ധരിപ്പിച്ചു. കാരണം വസ്ത്രം എന്ന് പറയുന്നത് ശരീരത്തെ മൊത്തം മൂടുന്നതാണ്, മറയുന്നതാണ്. അപ്പൊ വളരെ പ്രയാസമുള്ള, ഒന്നിച്ച് മൂടിക്കളയുന്ന വിശപ്പ്, അതാണ് അറബി ബലാഗ സാഹിത്യം എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെ വിശപ്പും പേടിയും അവരെ പിടികൂടി. ബിമാ കാനു യസ്നഊൻ, ഇത് അല്ലാഹ് കാണിച്ച അക്രമമല്ല, അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ ഫലമാണ്. അപ്പോ എന്താ ചെയ്യേണ്ടത്? തിന്മകളിൽ നിന്ന് വിട്ടുനിന്നാൽ അല്ലാഹു തആല നാടിൽ എപ്പോഴും സമാധാനവും സുഖവും സന്തോഷവും തരും. രണ്ടാമത്തേത്, തൗബയും ഇസ്തിഗ്ഫാറും വർദ്ധിപ്പിക്കുക. എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പത്ത് അസ്തഗ്ഫിറുല്ലാഹയും അതൂബു ഇലൈഹിം ഉണ്ടാകണം. സൂറത്ത് ഹൂദിലെ 52-ാമത്തെ വചനം, വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, ഹൂദ് നബി തന്റെ ജനതയോട് പറയാണ്, ജനങ്ങളെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക റബ്ബിനോട്. തുമ്മ തൂബു ഇലൈഹി, ആ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. യുർസിലിസ് സമാഅ അലൈക്കും ബിദ്റാറ, കോരിച്ചൊരിഞ്ഞു തരും അല്ലാഹു തആല മഴയെ, ആകാശത്തിന് ഇഷ്ടം പോലെ തരും. വയസിദുക്കും ഖുവതൻ ഇലാ ഖുവതിക്കും, നിങ്ങളുടെ പവറും ശക്തിയൊക്കെ ഒന്ന് വർദ്ധിക്കും. വലാ തതവല്ലൂ മുജ്രിമീൻ, കുറ്റവാളികളായി നിങ്ങൾ പിരിഞ്ഞു പോകരുത്, പിന്തിരിഞ്ഞ് കളയരുത്.
അപ്പൊ തിന്മയിൽ അങ്ങനെ ശടിച്ചു നിൽക്കരുത്, അതിൽ നിന്ന് പിന്മാറിയിട്ട് നിങ്ങൾ തൗബയിലേക്ക് മടങ്ങണം. അതുപോലെ മൂന്നാമത്തേത് അള്ളാഹുവിന്റെ മതത്തിൽ നേരെ ചൊവ്വേ നിലകൊള്ളുക. ഇസ്തിഖാമത്ത് എന്ന് പറയും. സ്വഭാവത്തിലും സംസാരത്തിലും സംസ്കാരത്തിലും ഇടപെടലുകളിലും ക്രയവിക്രയങ്ങളിലും കച്ചവടങ്ങളിലും എല്ലാ കാര്യത്തിലും അള്ളാഹ് പറഞ്ഞൊരു മുസ്തഖീമായ ചൊവ്വായ വഴിയുണ്ട്. ആ വഴി സ്വീകരിക്കുക. സൂറത്തുൽ ജിന്നിലെ 16-ാമത്തെ വചനം, അള്ളാഹ് പറഞ്ഞ ശരിയായ ത്വരീഖത്തിന്, ശരിയായ വഴിയിൽ ഇങ്ങനെ ഉറച്ച് നന്നായി നിന്നാൽ അവർക്ക് നാം നല്ല വെള്ളം ഇഷ്ടം പോലെ കുടിക്കാൻ കൊടുക്കും. അപ്പൊ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ പറഞ്ഞ തിന്മകളൊക്കെ വരുന്നത് കൊണ്ടാണ്. നാലാമത്തേത് ഈമാനും തഖ്വയും ഉള്ളവരാവുക. സൂറത്തുൽ ആറാഫിന്റെ 96-ാമത്തെ വചനം, വലൗ അന്ന അഹ്ലൽ ഖുറാ, നാട്ടുകാർ, ഒരു ഗ്രാമക്കാരെ കുറിച്ച് പറയാൻ, ആ ഗ്രാമക്കാർ ആമനു, വിശ്വസിക്കുകയും വത്തഖൗ, തഖ്വ കാണിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്, ആകാശത്തു നിന്നും ഭൂമിയിൽ നമ്മൾ ബർക്കത്തുകൾ ഇങ്ങനെ കോരിച്ചൊരിഞ്ഞു കൊടുക്കും. പക്ഷേ വലാകിൻ കദ്ദബു, അവർ കളവാക്കുകയാണ്, നിഷേധിക്കുകയാണ്. അപ്പൊ നാം അവരെ പിടികൂടി ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തതിന്റെ ഫലമായി കൊണ്ട്. പിന്നെ ജീവിതത്തിന്റെ അഞ്ചാമത്തെ ഒരു കാര്യം, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഖുർആനിനെയും സുന്നത്തിനെയും പ്രമാണമായും മാനദണ്ഡമായും സ്വീകരിക്കുക. അതൊരു ഇസ്ലാമിക ഭരണമുള്ള രാജ്യത്ത് ഇസ്ലാമിന്റെ നിയമം നടപ്പിലാക്കാൻ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ഖുർആൻ സുന്നത്തായിരിക്കണം നമ്മുടെ ജീവിതം. വർത്തമാനത്തിൽ ഖുർആൻ പറഞ്ഞല്ലോ എങ്ങനെ പെരുമാറേണ്ടത്. ലുഖ്മാൻ മകന് കൊടുത്ത ഉപദേശങ്ങളിലുണ്ട്. നടത്തത്തിൽ എങ്ങനെ വേണ്ടത്. അപ്പൊ അവിടെയൊക്കെ ഖുർആൻ സുന്നത്തുമായിരിക്കണം നമ്മുടെ നടത്തം, നമ്മുടെ ജീവിതം, നമ്മുടെ എല്ലാ കാര്യങ്ങളും. അതേപോലെ മറ്റുള്ള സംഗതികളൊക്കെ, നിക്കാഹ്, തലാഖ്, കുടുംബജീവിതം, അവിടെയൊക്കെ ഉണ്ട് ഖുർആന്റെ നിയമങ്ങൾ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വലൗ അന്നഹും നഖാമുത് തൗറാത വൽ ഇൻജീൽ, അവർ തൗറാത്തും ഇൻജീലും നിലനിർത്തിയാൽ, അത് നടപ്പിലാക്കിയാൽ, വമാ ഉൻസില ഇലൈഹിം മിർ റബ്ബിഹിം, അതേപോലെ റബ്ബ് ഇറക്കുന്നതെന്തോ അത് നടപ്പിലാക്കിയാൽ, നമ്മിലേക്ക് റബ്ബ് ഇറക്കിയത് എന്താ? ഖുർആനാണ്. അങ്ങനെ ചെയ്താൽ ലാകലൂ മിൻ ഫൗഖിഹിം, മുകളിലൂടെ തിന്നാൻ പറ്റും, വമിൻ തഹ്തി അർജുലിഹിം, അടിയിലൂടെയും തിന്നാൻ കിട്ടും. അതിന്റെ അർത്ഥം എന്താ? മഴ ഇഷ്ടം പോലെ കിട്ടും. അല്ലാഹു തആല ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇവിടെ ഭക്ഷ്യലതാദികൾ, സസ്യലതാദികളും ഭക്ഷ്യ വർഗങ്ങളും ഇഷ്ടം പോലെ ഉണ്ടാക്കി തരും. പക്ഷെ പല ആളുകളും, കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ നേരെ രൂപത്തിൽ പോകുന്നുണ്ട്. വകതീറും മിൻഹും സഅ മാ യഅമലൂൻ, അധികം ആളുകളും ചെയ്യുന്നത് വളരെ മോശമാണ്. അപ്പോ ഇതൊക്കെയാണ് പരിഹാരം. പിന്നെ സകാത്ത് കൃത്യമായി കൊടുക്കുക, അത് കൃത്യമായി അളന്നു കൊടുക്കുക. ഒരു 10, 100, 200, 500 കൊടുത്തിട്ട് സകാത്ത് വീടിന്ന് പറയരുത്. എന്റെ വരുമാനം, അത് കച്ചവടത്തിലൂടെയാകട്ടെ, ശമ്പളത്തിലൂടെയാകട്ടെ, വാടകയാകട്ടെ, കൃഷിയാകട്ടെ, എന്തോ ആകട്ടെ, അല്ലാഹു തആല പറഞ്ഞല്ലോ വആതു ഹഖ്ഹു യൗമ ഹസ്വാദിഹ, അത് വിളവെടുപ്പിക്കുന്ന സമയത്ത് അതിന് അവകാശം കൊടുക്കണം. പ്രവാചകൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം കൊല്ലം തികയുമ്പോൾ സകാത്ത് കൊടുക്കണം. അങ്ങനെ കൃത്യമായ സകാത്ത് നമ്മൾ കൊടുക്കുക. ഇതൊക്കെയാണ് അതിന്റെ പരിഹാരം. അതോടൊപ്പം മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം, അതും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്. മഴ കിട്ടാതെയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് സ്വഹാബത്തിനെയും കൊണ്ട് നമസ്കരിച്ചു. ഖുലഫാഉർ റാഷിദുള്ള കാലഘട്ടത്തിലും വരൾച്ചയുണ്ടായപ്പോൾ അവർ ഒന്നിച്ച് നമസ്കാരം, സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന് പറയും, മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം. ഇനി മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം അല്ലാണ്ട് തന്നെ നമ്മുടെ നിരന്തരമുള്ള പ്രാർത്ഥനകളിൽ, ഇപ്പൊ മഴ ഇല്ല റബ്ബേ, മഴ ഇറക്കി തരണമെന്ന് നമ്മളാരും പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല. ഭയങ്കര ചൂടാണ്, ഭയങ്കര പുഴുക്കാണ്, ഭയങ്കര പ്രയാസമാണ് എന്ന് പറയാനല്ലാണ്ട് റബ്ബേ നിന്റെ റഹ്മത്ത് ഇറക്കിക്കൊണ്ട എന്ന് ആത്മാർത്ഥമായി പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂല, മറന്നതായിരിക്കും. അപ്പോ നമ്മുടെ പ്രാർത്ഥനകളിലും അത്തരം കാര്യങ്ങൾ കടന്നു വരണം. അപ്പൊ ഏതായാലും എന്തെല്ലാം പരിഹാര മാർഗങ്ങൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ടോ അത് ചെയ്യലല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഗവൺമെന്റോ ഏതെങ്കിലും നാട്ടുകാരോ ആളുകളോ ഒരുമിച്ച് കൂട്ടിയാലൊന്നും കിട്ടുന്ന ഒന്നല്ല മഴ. അത് അള്ളാഹു തന്നെ ഇറക്കി തരണം. പരിഹാരം റബ്ബ് മാത്രമാണ്. അതുകൊണ്ടാണ് റബ്ബിലേക്ക് മടങ്ങുക, ആ റബ്ബ് പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിക്കുക എന്ന് പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെവർക്കും അതിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, 1-2 ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ പള്ളിയിൽ ഇവിടെ സമ്മർ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായിട്ട്. നാളത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അത് അവസാനിക്കും. അപ്പോൾ അതിന് ചില സാമ്പത്തികമായ ബാധ്യതകളും ചെലവുകളും ഉണ്ട്. നിങ്ങളുടെ ഒരു സഹായം എല്ലാവരിൽ നിന്നും, മക്കൾക്ക് ദീന് പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൽ, ആ ഒരു നിയത്തിൽ എല്ലാവരിൽ നിന്നും നമ്മുടെ സഹായം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ്. അതോടൊപ്പം ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച
നമ്മുടെ പരൂറുള്ള ഡ്രീം പാലസിൽ വെച്ചുകൊണ്ട് ഡോക്ടർ മുഹമ്മദ് കുട്ടി കണ്ണിയൻ്റെ ഒരു ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും നമുക്ക് സാമ്പത്തികമായി അവർ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കളക്ഷൻ എടുത്തുകൊണ്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും ദീനിൻ്റെ ദാവത്തും നന്മയുടെ വഴിയും എന്ന നിലക്ക് നമ്മളെല്ലാവരും ആ സ്വതക്കകൾ നൽകുക. അതോടൊപ്പം മറ്റന്നാളുള്ള ഞായറാഴ്ച നടക്കാൻ പോകുന്ന ക്ലാസ്സിലും കുടുംബസമേതം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീന് പഠിക്കാനും ആ ദീനിൻ്റെ വഴിയിൽ മുന്നിട്ടിറങ്ങാനും നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഒരു സഹോദരി റമദാൻ മാസത്തിൽ ഞാൻ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അവർക്ക് കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല അവർക്ക് പരിപൂർണമായ ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉളഹിയത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പേര് കൊടുക്കണം എന്നുകൂടി ഉണർത്തുകയാണ്. അള്ളാഹു നന്മ അറിഞ്ഞ് നന്മ പഠിച്ച് നന്മ പ്രവർത്തിച്ച് മുന്നോട്ട് നീങ്ങാൻ നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകളും പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم لا تشوي خلقنا بالنار ولا تجعلنا من حطب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم إنا نسألك ولا نسأل أحدا غيرك. اللهم أنت الله لا إله إلا أنت الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم أغثنا اللهم أغثنا اللهم أغثنا. اللهم إنا نسألك بأن لك الحمد لا إله إلا أنت المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم أن تغفر لنا ذنوبنا وترحمنا وتسقينا يا رب العالمين. اللهم إنا نسألك بأسمائك الحسنى وصفاتك العلى أن تغفر لنا ذنوبنا وتسقينا يا رب العالمين. اللهم إنا ندعوك ولا ندعو أحدا غيرك. اللهم إنا نسألك ولا نسأل أحدا غيرك. اللهم إنا نتوكل عليك ولا نتوكل على أحد غيرك. اللهم إنا نرجوك ولا نرجو أحدا غيرك. اللهم أغثنا اللهم أغثنا اللهم أغثنا غيثا مغيثا هنيئا مريئا نافعا غير ضار عاجلا غير آجل. اللهم أسقنا اللهم أسقنا اللهم أسقنا سقيا رحمة لا سقيا عذاب ولا هدم ولا غرق ولا بلاء. اللهم أنزل علينا بركاتك من السماء. اللهم أنزل علينا بركاتك من السماء وانشر رحمتك في عبادك وبلادك يا رب العالمين. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا حاجة من حوائج الدنيا والآخرة إلا تممتها بفضلك وإحسانك وتوفيقك يا أكرم الأكرمين.